ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വടക്കൻ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, തൃശ്ശൂരിൽ വോട്ടെടുപ്പ് 12 മണി കഴിഞ്ഞ് ഇപ്പോൾ 1 മണിയിലേക്ക് കടക്കുമ്പോൾ 40% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പോളിംഗ് 40%-ലധികം ആളുകൾ തൃശ്ശൂരിൽ ഇതിനോടകം തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. ഒപ്പം തന്നെ ബൂത്തുകളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആ നിലയിൽ വോട്ടർമാർ, തൃശ്ശൂരിലെ വോട്ടർമാർ ജില്ലയിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്. ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട് ബൂത്തുകളിൽ. നേരത്തെ ഞാൻ നിൽക്കുന്ന ഈ ഇരിങ്ങാലക്കുട ബൂത്തിലെല്ലാം തന്നെ വലിയ ക്യൂ ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യാനെത്തിയവർ ഒരു അരമണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതിക്ക് അല്പം അയവ് വന്നിട്ടുണ്ട്. തിരക്ക് അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ തിരക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നഗരമേഖലകളിൽ നല്ല തിരക്ക് രാവിലെ മുതലുണ്ടായിരുന്നു. രാവിലെ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം ഒരു 20%-ലധികം വോട്ട് പോൾ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളും ഇത്തവണ തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വലിയ സംഘർഷങ്ങളോ മറ്റ് യന്ത്ര തകരാറുകളോ ഒന്നും തന്നെ കാര്യമായി ഉണ്ടായിരുന്നില്ല. 1-2 സ്ഥലങ്ങളിൽ യന്ത്രങ്ങൾ തകരാറിലായെങ്കിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് വടക്കൻ കേരളത്തിൽ. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് റാഫി കരീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.